നിങ്ങൾ കരുതും ദൈവത്തിന് അറിയാൻ മേലായിരുന്നോ ആദം പഴം തിന്നു എന്ന്? പിന്നെ എന്തിനാ ദൈവം അങ്ങനെ ചോദിക്കുന്നത്? അതങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ 8ാം ക്ലാസ് പഠിക്കുന്ന മകൻ അരുൺ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ കട്ടെടുത്തെന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാം അവനെ എടുത്തതെന്ന്. അവൻ ആ 100 രൂപയും കൊണ്ട് പോയി കൂട്ടുകാർക്കെല്ലാം ഐസ്ക്രീം മേടിച്ചു കൊടുത്തെന്നും നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ആദ്യം അവനെ പിടിച്ച് അടിക്കുവാണേണ്? അല്ലല്ലോ. ചോദിക്കും, എടാ അരുണേ ഇങ്ങ് വന്നേ, നീ എൻ്റെ പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുത്തോ എന്നല്ലേ ചോദിക്കുക. കോടതിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏതൊരു തെറ്റ് ചെയ്തവനോടും കോടതി ചോദിക്കുന്നത് നീ അങ്ങനെ ചെയ്തോ എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെയും ആദം ഒന്നും മിണ്ടുന്നില്ല. അവൻ മൗനമായിരിക്കുകയാണ്. അവൻ കരുതി എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കണം എൻ്റെ കുടുംബത്തിൽ ഞാൻ കാരണം. ഇന്നും ആണുങ്ങൾ അങ്ങനെയാണ്, പലപ്പോഴും മൗനം പാലിക്കും. കുടുംബത്തെ സംബന്ധിച്ചൊരു കാര്യം ആരെങ്കിലും ചോദിച്ചാൽ അവർ പറയാറില്ല. ആണുങ്ങൾ പറയാറില്ല, അവർ പറയാറില്ല. ഇപ്പോൾ ഒരു ആൺകുട്ടിയോട് തന്നെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അവനോട് ചോദിച്ചു നോക്കിക്കേ, അവൻ മിണ്ടില്ല. നേരെ കുറച്ചൊരു പെൺകുട്ടിയോട് ചോദിച്ചു നോക്കിക്കേ, അവൾ ഉടനെ മുഖത്തടിച്ചോടെ പറയും, എനിക്കറിയില്ല, ഞാനെടുത്തിട്ടില്ല. ഈ സ്വഭാവം ദൈവത്തിനറിയാം. അതുകൊണ്ട് ഹവ്വായോട് ചോദിക്കാത്തത്. ദൈവത്തിനറിയാം ഇത് ചെകുത്താനാണ് പറിച്ചു കൊടുത്തതെന്നും ഹവ്വായ്ക്കാണ് പറിച്ചു കൊടുത്തതെന്നും ഹവ്വയാണ് അതിന് കൊടുത്തതെന്നൊക്കെ അറിയാം. പക്ഷേ ഈ ഹവ്വായുടെയും ചെകുത്താൻ്റെയും സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ദൈവം ആദത്തോടെ ചോദിക്കണേ, ആദം നീ ഈ പഴം പറിച്ച് തിന്നോ? ദൈവം ഇങ്ങനെ ചോദിച്ചെങ്കിലും വീണ്ടും വീണ്ടും ചോദിച്ചെങ്കിലും അതൊന്നും മിണ്ടുന്നില്ല, മൗനമായിരിക്കുകയാണ് കീഴ്പോട്ട് നോക്കിക്കൊണ്ട്. ഉടനെ ഹവ്വയാണ് ഇടയ്ക്ക് കയറി പറയണത്. അതങ്ങനെ ഇന്നും അങ്ങനെയല്ലേ? പെണ്ണുങ്ങളിലെ ആവശ്യമുള്ളിടത്തും അനാവശ്യമായിട്ടുള്ള സമയത്തൊക്കെ ഇടയ്ക്ക് കയറി പറയണം. ഇനി ഹവ്വ എന്താ പറയണമെന്നറിയോ? പഴം തിന്നോ തിന്നില്ലോ എന്നല്ല അവൾ പറയണത്. അവൾ പറയുകയാണ്, എൻ്റെ ദൈവമേ, ഇങ്ങേരോട് എത്ര കാലമായി ഞാനൊരു പഴം പറിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് അയാൾ ഇതുവരെ ഒരെണ്ണം പോലും പറിച്ചു തന്നിട്ടില്ല. അതെങ്ങനെയാണ്? അയാൾക്ക് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണ്ടേ? എന്നോടൊരു സ്നേഹം വേണ്ടേ? എൻ്റെ ഒരു കാര്യങ്ങൾ ഇയാൾ സാധിച്ചു തരാറില്ല. ഞാൻ എത്രയോ കാര്യങ്ങൾ ഇയാളോട് പറയാറുണ്ട്, അയാളൊന്നും കേട്ട ഭാവമൊന്നും അടിക്കാറില്ല. തീറ്റ ഉറക്കം. ഞാൻ പിന്നെ എന്തു ചെയ്യും? ഞാൻ പിന്നെ ആരോട് ചോദിക്കും? ഞാൻ പിന്നെ കണ്ട ഈ ചെകുത്താനോട് ചോദിച്ചു. അല്ലാതെ ഇപ്പം തന്നെയാണേ ചെകുത്താനോട് ചോദിച്ചു എന്ന് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെകുത്താനോടെന്ന് കേട്ടപ്പോൾ തന്നെ ചെകുത്താൻ എന്ത് ചെയ്തു? ഇവളോട് ഒന്നും മിണ്ടരുതെന്നും പറഞ്ഞ് കണ്ണിറുക്കി കാണിക്കുകയാണ്. അവളത് കണ്ടു. ഇന്നും പെണ്ണുങ്ങളങ്ങനെയാണ്. മറ്റുള്ളവർ കണ്ണിറുക്കണത് പെട്ടെന്ന് കാണും, അവരുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അപ്പോൾ ഇവളുടെ വിചാരം ഈ കണ്ണിറുക്കി കാണിക്കുമ്പോൾ എന്നോടാ കൂടുതൽ സ്നേഹം എന്നാണ്. അതങ്ങനെയാണ്. അവൾ ലോകത്തുള്ള എല്ലാവരെയും സ്നേഹിക്കും, എല്ലാവരോടും ബഹുമാനത്തോടെ സംസാരിക്കും. പക്ഷേ കെട്ടിയവന്മാരോട് മാത്രം എങ്ങനെ കട്ടുകുട്ടു എന്നേ പറയുള്ളൂ. ഒരിക്കൽ ഒരാൾ പറയുകയോ ചെയ്തേ, അയാളുടെ ഭാര്യ ധ്യാനം കൂടാൻ പോയി. തിരിച്ചു വന്നപ്പം നാട്ടുകാരോടും അയൽവക്കക്കാരോടും എല്ലാവരോടും പോയി ക്ഷമ ചോദിച്ചു. തന്നോടൊരു വാക്ക് പോലും മിണ്ടിയില്ലാന്ന്. മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവൾ നല്ല സ്നേഹത്തോടെയും നല്ല മയത്തോടെയും സംസാരിക്കണം. പക്ഷേ ഈ കെട്ടിയനോട് സംസാരിക്കുമ്പോൾ മാത്രം ശബ്ദം വേറെ എവിടെ നിന്നെങ്ങാണ്ടാണ് വരുന്നത്, എന്തോ കലിപ്പിച്ച് സംസാരിക്കുകയുള്ളൂ. അതങ്ങനെയാണ്, പെണ്ണുങ്ങളങ്ങനെയാണ്. അപ്പോൾ ആണുങ്ങൾക്ക് തോന്നും ഇവൾക്ക് എല്ലാവരെയും അനുസരിക്കാൻ സാധിക്കും, പക്ഷേ കെട്ടിയന്മാരെ മാത്രം അനുസരിക്കാൻ അവർക്കൊരു മടിയാണ്, എന്തോ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഏതായാലും ഈ ഹവ്വ ഇടയ്ക്ക് ചാടിക്കയറി എന്താ പറയണത്? അവൾ ദൈവത്തോട് പറയുന്നത് കെട്ടിയവൻ്റെ കുറ്റമാണ്, കെട്ടിയവനെ പറ്റി പരാതിയാണ്. അതങ്ങനെ എന്നും അങ്ങനെയല്ലേ? പെണ്ണുങ്ങൾ എന്നും ഒരു പരാതിപ്പെട്ടിയായിരിക്കും. അവർക്ക് എന്തൊക്കെ മേടിച്ചു കൊടുത്താലും എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവർക്ക് തൃപ്തി ഉണ്ടാവാറുണ്ടോ? അവരെന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിങ്ങനെ വീട്ടിൽ അസ്വസ്ഥതയും ബഹളവും ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവർക്ക് മനസ്സമാധാനം ഇല്ലെന്നാണ് തോന്നണേ. അതങ്ങനെയാണ്. അപ്പോൾ ഹവ്വായും അങ്ങനെ തന്നെ ചെയ്തു. ഉടനെ ദൈവത്തിനെല്ലാം മനസ്സിലായി. ചെകുത്താൻ കണ്ണിറുക്കി കാണിച്ചപ്പോഴാണ് ഇവള് മിണ്ടാത്തതെന്നൊക്കെ മനസ്സിലായപ്പം ദൈവം ആദത്തോട് പറയാണ്, ആദം നീ നിൻ്റെ കെട്ടിയോക്കടെ വാക്ക് പേടിച്ചാണൊന്നും മിണ്ടാത്തെന്ന് എനിക്കറിയാം. അവളെ ഭയന്ന് ഒരുപക്ഷെ ഒരു പ്രശ്നം ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അവൾ വീട് വിട്ടു പോയെങ്കിലെന്ന് ഓർത്തായിരിക്കാം, ഇനി അവൾ നിനക്കെതിരെ തിരിഞ്ഞെങ്കിലൊന്നും ആയിരിക്കാം. ഞാനിവിടുന്ന് പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയില്ല.
ഉപദ്രവിക്കുന്ന പേടിച്ചായിരിക്കും. ഏതായാലും നീ ഒന്നും മിണ്ടിയില്ലല്ലോ. അതുകൊണ്ടാണ് നീ ജീവിതത്തിൽ എന്നും ഇങ്ങനെയായിരിക്കും. നീ നിൻ്റെ ഭാര്യയെ പേടിച്ച് ജീവിക്കേണ്ടി വരും. നിൻ്റെ ഭാര്യ നിൻ്റെ തലകീറുന്ന ഇറങ്ങും, എന്നാലും നീ ഒന്നും മിണ്ടുകയില്ല. നീ ജീവിതകാലം മുഴുവൻ മൗനമായിരിക്കും. എല്ലാം സഹികെട്ടും നീ അങ്ങനെ മുന്നോട്ട് പോകും. അതുകൊണ്ട് എന്താ സംഭവിക്കാമെന്നറിയോ? നീ വെറുതെ ഇങ്ങനെ ചുമക്കുന്ന കഴുതയെപ്പോലെ കുടുംബ പ്രാരാബ്ദം പേറി ഇങ്ങനെ ജീവിതം മുഴുവൻ ദുഃഖത്തിലും വിഷമത്തിലും ദാരിദ്ര്യത്തിലും നീ ഇങ്ങനെ കഴിയും. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി, കുടുംബത്തിൻ്റെ സ്വസ്ഥതയോർത്ത്, സമാധാനം ഓർത്ത്. പക്ഷേ അവർ സുഖമായിട്ട് ജീവിക്കും. നീ വിചാരിക്കും നിൻ്റെ കാലം കഴിയുമെല്ലാം തീർന്ന്. ഒന്നുമില്ല. അവർ നീ ഉണ്ടായിരുന്നപ്പോൾ എന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമായിട്ട് അവർ ജീവിക്കുള്ളൂ. അതുകൊണ്ട് നീയും ഒന്ന് സന്തോഷിക്കാൻ നോക്ക്. അതാണ് ദൈവം പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നിൻ്റെ ഭാര്യ നിൻ്റെ തലകീറിന്ന് ഭരിക്കും. അവളെ പേടിച്ച് നീ ഒന്നും മിണ്ടാത്തത് കൊണ്ട് ജീവിതകാലം മുഴുവൻ നിനക്കവൾ സ്വസ്ഥത തരില്ല, സമാധാനം തരികയില്ല. അവൾ നിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴും അവൾ ആ കണ്ണിറക്കലായിരിക്കും അവളുടെ മനസ്സിലുള്ളത്. മറ്റൊരാൾ കണ്ണിറുക്കി കാണിച്ചത് അത് സ്വപ്നം കണ്ടുകൊണ്ടാണ്. അയാൾ എന്തിനെ പോലും കണ്ണിറുക്കി കാണിച്ചത്, അതൊക്കെ അവൾ ചിന്തിക്കുക, അല്ലാതെ നിന്നെക്കുറിച്ചൊന്നുമല്ല. ഇനി ദൈവം അവളോട് പറയുന്നത് എന്താണ്? എടി നീ ചെകുത്താൻ്റെ വാക്ക് കേട്ട് അവളങ്ങനെയാണ് എല്ലായ്പ്പോഴും ജീവിതത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കുകയുള്ളൂ. അവൾ തന്ത്രമാണ് മനസ്സ് നിറച്ച്. ഈ ചെകുത്താൻ്റെ കുതന്ത്രം പോലെ തന്നെയാണ്. നേരെ ഒരു കാര്യങ്ങൾക്ക് ഉത്തരം പറയുകയില്ല, വളച്ചൊടിച്ചേ പറയുള്ളൂ. കെട്ടിയവൻ പറയുന്നതൊന്നും അവൾക്ക് ഒന്നുമല്ല, പക്ഷെ മറ്റുള്ളവർ പറയുന്നതൊക്കെ വേദവാക്യമായിരിക്കും. കെട്ടിയവനെ എപ്പോഴും നന്നാക്കാൻ നോക്കും, പക്ഷെ സ്വയം നന്നാകാൻ നോക്കുകയല്ല. മറ്റുള്ളവർ ആരെന്ത് പറഞ്ഞാലും അവളത് ശിരസാവഹിക്കും. അങ്ങനെയത്. അതുകൊണ്ടാണ് ദൈവം അവളോട് പറഞ്ഞത്, ഈ ചെകുത്താൻ്റെ വാക്ക് കേട്ട് നീ നിൻ്റെ കെട്ടിയവനും തള്ളി പറഞ്ഞ് നീ ചെകുത്താനെ അനുസരിച്ച് പഴം പറിച്ച് തിന്നതുകൊണ്ട് നിനക്കെന്താ സംഭവിക്കുക? നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സ്വസ്ഥത കാണില്ല, മറ്റുള്ളവർക്ക് നീ സ്വസ്ഥത കൊടുക്കുകയില്ല. നീ ശരിക്കും നിൻ്റെ കുടുംബം നരകമാക്കി മാറ്റും. നിൻ്റെ ജീവിതം നരകമായിരിക്കും. അത് നിൻ്റെ ശിക്ഷ. നീ എപ്പോഴും നേരെ ചിന്തിക്കുകയില്ല, വളഞ്ഞ് ചിന്തിക്കുകയുള്ളൂ. എപ്പോഴും പരാതിയായിരിക്കും നിനക്ക്, വേവലാതിയായിരിക്കും, ടെൻഷനായിരിക്കും. നിനക്കെപ്പോഴും ഈ അടുക്കളയിൽ കഴിയാനായിരിക്കും വിധി. അപ്പോൾ നോക്കുക, ചെകുത്താനോടൊന്നും ദൈവം പറയുന്നില്ല. കാരണം ചെകുത്താൻ്റെ സ്വഭാവം ദൈവത്തിനറിയാം. എന്നിട്ട് ദൈവം പറയുകയാണ്, മതി പൊക്കോ, എല്ലാവരും എൻ്റെ കണ്ണുംവെട്ടത്തുനിന്ന് പൊക്കോ. കാരണം അപ്പോഴേക്കും ചെകുത്താൻ മരത്തിൽ താഴേക്ക് ഇറങ്ങി വന്നായിരുന്നു. അവനെന്തോ ന്യായീകരിക്കാൻ വേണ്ടി വാ വിളിക്കുമെന്ന് ദൈവത്തിനറിയാം. പക്ഷേ ആ വാ വിളിച്ച് നുണയെ പറയുള്ളൂ ദൈവത്തിനറിയാമല്ലോ. ദൈവം ചെകുത്താന് സംസാരിക്കാനുള്ളൊരു ഒരവസരം കൊടുക്കുന്നില്ല. ദൈവം ഉറക്കെ പറയുകയാണ്, എല്ലാവരും പൊക്കോ എൻ്റെ കണ്ണുംവെട്ടത്തുനിന്ന്. ഉടനെ ഈ മരത്തിൻ്റെ വീട്ടിൽ കിടക്കുന്ന പാമ്പിനെ അവ കണ്ടു. അവയ്ക്ക് അലിവ് തോന്നി. കാരണം എങ്ങനെ മറക്കാൻ പറ്റും? കണ്ണടച്ച് കാണിച്ചതല്ലേ, പഴം പറിച്ച് തന്നതല്ലേ, ജീവിതത്തിൽ മറക്കാൻ പറ്റുമോ? കെട്ടിയവൻ പോലും തരാത്ത പഴമല്ലേ അയാൾ തന്നത്. അപ്പോൾ മറക്കാൻ പറ്റുമോ? അവൾ പഴം തിന്നപ്പോൾ തന്നെ അവളുടെ ഹൃദയത്തിൽ അവന് സ്ഥാനം ലഭിച്ചിരുന്നു. കെട്ടിയവനേക്കാൾ സ്ഥാനം ചെകുത്താനായിരുന്നു. അതുകൊണ്ട് അവളെന്ത് ചെയ്തു? ചെകുത്താൻ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? അവൾ ആ പാമ്പിനെ എടുത്ത്, സർപ്പത്തെ എടുത്ത് തോളത്തിട്ടുകൊണ്ട് അവൾ കെട്ടിയവനെ വാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് കൂടെ പോയി. അവർ 3 പേരോട് കൂടി ഇങ്ങനെ പോവുകയാണ്. പതുക്കെ ഇങ്ങനെ മുമ്പോട്ട് കുറേ കഴിഞ്ഞപ്പോൾ ദൈവം വിളിച്ചു, ആദം ഇങ്ങോട്ടൊന്ന് വന്നേ. ആദത്തെ വീണ്ടും ദൈവം വിളിക്കുകയാണ്, അവൻ്റെ രഹസ്യമായിട്ടൊന്ന് പറയാനായിട്ട്. അവനോടാണല്ലോ ദൈവം എല്ലാം പറഞ്ഞിരുന്നത്, അല്ലാതെ ഹവ്വായോടൊന്നും പറഞ്ഞിരുന്നില്ല. ഈ പഴം തിന്നതെന്ന് പറഞ്ഞതും ആദത്തോടാണ്. കാരണം അത് പറഞ്ഞപ്പം ഹവ്വായൊന്നും സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല, അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. അതുകൊണ്ട് ആദത്തോട് പറഞ്ഞത്. അപ്പം ദൈവം വീണ്ടും ആദത്തെ ആദം നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ആദം പതുക്കെ തിരിച്ച്, അവൾ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും അവൻ ധൈര്യപൂർവ്വം ദൈവം വിളിച്ചാലെന്ന് വിചാരിച്ചിട്ട് പതുക്കെ പിന്നോട്ട് നടന്ന് ദൈവത്തിൻ്റെ അടുത്ത് വന്ന് കൈകൂപ്പി നിന്നു. ദൈവം അവൻ്റെ തലയിൽ കൈ ഓടിച്ചുകൊണ്ട് പറയുകയാണ് ആദത്തോട്, ആദം എനിക്ക് നിന്നെ അറിയാം, എനിക്ക് നിന്നെ ശരിക്കും അറിയാം മോനെ.
നീ അവളെ പേടിച്ചാണ്, കുടുംബത്തിനൊരു അസ്വസ്ഥത ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ് നീ ഒന്നും മിണ്ടാത്തതെന്ന് എനിക്കറിയാം. നീ അതുകൊണ്ട് മൗനം പാലിച്ചെന്ന് എനിക്കറിയാം. നീ ഇതിൽ കുറ്റക്കാരനല്ലെന്നും എനിക്കറിയാം. അവൾ നിർബന്ധിച്ച് നിന്നെ തീറ്റിയാണെന്നും എനിക്കറിയാം. എല്ലാം എനിക്കറിയാം മോനെ. അതുകൊണ്ട് എനിക്ക് നിന്നോട് വെറുപ്പൊന്നുമില്ല കേട്ടോ. എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, പണ്ടത്തെ പോലെ തന്നെ ഇഷ്ടം തന്നെ ഇനിയും ഉള്ളത്. അതുകൊണ്ട് നീ പേടിക്കണ്ട. ഞാൻ കാലത്തിന് തികവിൽ എൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കും കേട്ടോ. ആ പുത്രൻ മനുഷ്യനായി അവതരിച്ച് അനുസരണക്കേട് കൊണ്ട് ഉണ്ടായ പാപത്തെ അവൻ അനുസരണം കൊണ്ട് തന്നെ ഇല്ലാതാക്കി മനുഷ്യവർഗത്തെ മുഴുവൻ, നിൻ്റെ സന്തതികളെയെല്ലാം സ്വർഗത്തിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ട് പോരും കേട്ടോ. അതുകൊണ്ട് നീ പേടിക്കണ്ട, നിനക്കും ഒരിക്കലും സ്വർഗം കിട്ടും കേട്ടോ. അതുകൊണ്ട് നീ എന്ത് ചെയ്തോ, തൽക്കാലം എത്രയും പെട്ടെന്ന് അവളുടെ കൂടെ പൊക്കോ. അവളെ എങ്ങനെയെങ്കിലുമൊക്കെ സ്നേഹം കൊടുത്ത് കൂടെ നിർത്തിക്കോ. അല്ലെങ്കിൽ അവളൊരു പക്ഷേ ആ ചെകുത്താൻ്റെ കൂടെ ഒളിച്ചോടിപ്പോവും. അല്ലെങ്കിൽ നിന്നെപ്പറ്റി എന്തെങ്കിലും കഥകൾ പറഞ്ഞുണ്ടാക്കും. അതല്ലെങ്കിൽ പിന്നെ അയാളുമായിട്ട് ചെകുത്താനുമായിട്ട് ആലോചിച്ചിട്ട് നിന്നെ കൊന്നെന്ന് തന്നെ വരും. അവളൊന്നിനും മടിക്കുകയില്ല. അതുകൊണ്ട് സ്നേഹം കൊടുത്ത് അവൾ ഭരണമൊക്കെ പറ്റുമെങ്കിൽ കുറച്ചൊക്കെ അതൊക്കെ വഴങ്ങിക്കൊടുത്തൊക്കെ ജീവിക്കില്ല. അതിപ്പോൾ എന്നാ ചെയ്യണേ? അവളങ്ങനെ ആയിപ്പോയില്ലേ. അവൾ ചെകുത്താൻ്റെ വാക്ക് കേട്ട് ചെകുത്താൻ അടിമയായി പോയില്ലേ. നമുക്ക് അവളെയും രക്ഷിക്കാമെന്ന് നോക്കാം. അവിടെ നീ ഇപ്പം തൽക്കാലം അവളുടെ കൂടെ പൊക്കോട്ടോ. അവളല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഥകൾ പറഞ്ഞുണ്ടാക്കും അടുത്തത്. ഓക്കെ, ബൈ മോനെ, പൊക്കോളൂ.